എനിക്കിത് ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഇല്ല. കുറച്ച് മോട്ടിവേഷൻ വന്നതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? സോ ഇതാണ് ശരിക്കും നിങ്ങളെ സ്റ്റക്ക് ആക്കുന്നത്. സോ ഞാനിന്ന് വന്നത് നിങ്ങളൊരു റൂൾ പഠിപ്പിക്കാനാണ്. ബിഹേവിയർ ആക്ടിവേഷൻ റൂൾ. വെൽക്കം ടു POV ഓഫ് എ സൈക്കോളജിസ്റ്റ്. നമ്മൾ ലോ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയാം, ഇന്നൊന്നും ചെയ്യണ്ട, ആരെയും കാണണ്ട, ബെഡിൽ തന്നെ ഇരിക്കാം, എല്ലാ പ്ലാൻസും ക്യാൻസൽ ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കാം, ഇങ്ങനെയെല്ലാം ആയിരിക്കും. റെസ്റ്റ് എടുക്കുന്നത് നിങ്ങളെ കുറച്ചും കൂടി ബെറ്റർ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ബട്ട് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി വേഴ്സ് ആണ് ആവുന്നത്. ഇത് നിങ്ങളുടെ മോട്ടിവേഷനെ കുറയ്ക്കുന്നു. സോ ഇവിടെയാണ് നമ്മൾ ബിഹേവിയർ ആക്ടിവേഷൻ റൂൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു റൂളാണുള്ളത്. നമ്മൾ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ല. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തതിന് ശേഷം മോട്ടിവേഷൻ വന്നോളൂ. സോ ഇവിടെ മാനേജബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് വെച്ച് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, ഡിഷ് വാഷിംഗ്, അല്ലെങ്കിൽ കോൾ എ ഫ്രണ്ട്, ടേക്ക് എ ബാത്ത്, ഇതെല്ലാം ഒരു 5 മിനിറ്റ് നമ്മൾ ചെയ്യാം. സോ ഈ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ബ്രെയിനിന് ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് കൊടുക്കുന്നു. അത് പിന്നീട് നിങ്ങളുടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് റീകണക്ട് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മൂഡിനെ ഡെവലപ്പ് ചെയ്യും. സോ ഇതൊരിക്കലും നിങ്ങൾ ബെറ്റർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ആക്ഷൻ ആ ഫീലിങ്ങിനെ ബെറ്റർ ആക്കിയത് കൊണ്ടാണ്. സോ ഈ റൂൾ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ചു പേരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഫോളോ ഫോർ മോർ സൈക്കോളജി കണ്ടന്റ്സ്.